75 മിനിറ്റ് വരെ അർജന്റീനിയൻ ഫാൻസ് സൈലന്റ് മോഡിലായിരുന്നു. കളി തീരാൻ വെറും 11 മിനിറ്റ് ബാക്കി. അവിടെയാണ് അർജന്റീന അവരുടെ ലാറ്റിൻ അമേരിക്കൻ മാജിക് പുറത്തെടുക്കുന്നത്. 79-ാം മിനിറ്റിൽ റോക്ക് ഡിഫൻഡർ ക്രിസ്ത്യൻ റൊമേറോ വന്ന് ഒരു അഗ്രസീവ് ഹെഡറിലൂടെ ആദ്യ ഗോൾ മടക്കി. സ്കോർ 2-1. അർജന്റീനൻ ക്യാമ്പിൻ ചെറിയൊരു ജീവൻ വെച്ചു. 83-ാം മിനിറ്റിൽ ഈജിപ്ഷ്യൻ ഡിഫൻസ് ആകെ പ്രഷറിലായി. പന്ത് ബോക്സിന് തൊട്ടുപുറത്ത് മെസ്സിയുടെ മാന്ത്രിക ഇടക്കാലിലേക്ക്. കീപ്പർ നോക്കി നിൽക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. മെസ്സി തന്റെ ലോകകപ്പ് കരിയറിലെ 21-ാമത്തെ ഗോൾ അടിച്ച് കളി 2-2 ആക്കി. 90+3 മിനിറ്റിൽ ഇത് എക്സ്ട്രാ ടൈമിലേക്ക് പോകുമെന്നാണ് എല്ലാവരും വിചാരിച്ചിരുന്നത്. പക്ഷേ എൻസോ ഫെർണാണ്ടസ് ഹാഡ് അതർ പ്ലാൻ. ഒരു തകർപ്പൻ അറ്റാക്കിൽ നിന്നും എൻസോ വന്ന അർജന്റീനയുടെ വിങ്ങിൽ നിന്നും ഗോൾ അടിച്ചു കയറ്റി. സ്റ്റേഡിയം ഫുൾ പൊട്ടിത്തെറിച്ചു ഗൈസ്. ജസ്റ്റ് 30 മിനിറ്റ്സിനുള്ളിൽ 3 ഗോൾസ്. അർജന്റീന കളി 3-2 തിരിച്ചു. ഇപ്പോൾ അതാണ് റിയൽ സ്റ്റോറി. ഈജിപ്ത് ഭൂരിഭാഗവും സമയവും മാസ്റ്റർ ക്ലാസ് ഗെയിമാണ് കളിച്ചത്. അവർക്ക് തോൽക്കേണ്ട കളിയേ ആയിരുന്നില്ല. പക്ഷേ കളി തീരുന്നത് വരെ ആ വിന്നിംഗ് മെന്റാലിറ്റി കാത്തു സൂക്ഷിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അർജന്റീന അവസാന 15 മിനിറ്റ് കളം നിറഞ്ഞു കളിച്ചു. അവർ അവസരങ്ങൾ മുതലാക്കി ജയം അർഹിച്ചു. റഫറിയുടെ സഹായം എന്ന് പറഞ്ഞ് കരയുന്നവർക്ക് യാതൊരു കാര്യവുമില്ല. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? അർജന്റീന ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതാണോ അതോ ഈജിപ്ത് കളി കൈവിട്ടതാണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇപ്പോൾ തന്നെ താഴെ വന്ന് കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത മാച്ച് അനാലിസിസുമായി വീണ്ടും കാണാം. പീസ് ഔട്ട്.